to my YouTube channel. So, in this skincare mistakes. So, in the generation, skincare skincare products try proper skincare opposite. So, in this video, we will avoid skincare mistakes. So, without wasting time, let's get into the video. Skincare is the important step face wash. ഒരു ദിവസത്തിൽ 5 6 7 വട്ടമൊക്കെ ഫേസ് വാഷ് ചെയ്ത് ആക്ച്വലി അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്ന ഓയിൽ പ്രൊഡക്ഷനെ തന്നെ റിമൂവ് ആക്കി കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ബ്രേക്ക് ഔട്ട്സും അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നോർമലി നമ്മൾ എത്ര വട്ടം ഫേസ് വാഷ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെയിലി 2 times a day വേണം ഫേസ് വാഷ് ചെയ്യാനായിട്ട്. മോർണിംഗും നൈറ്റ് ടൈമും വേണം നമ്മൾ നല്ല ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് നമ്മുടെ സ്കിന്നിന്റെ ടൈപ്പിനനുസരിച്ചിട്ടുള്ള ഒരു ഫേസ് വാഷ് ചൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ടുള്ളത്. അതുപോലെ തന്നെ വരുന്ന വേറൊരു മിസ്റ്റേക്ക് ആണ് കറക്റ്റ് ആയിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാത്തത്. ചിലർ സൺസ്ക്രീനെ യൂസ് ചെയ്തില്ല, പ്രത്യേകിച്ച് മഴയൊക്കെ ഉള്ള സമയമൊക്കെയാണ് അല്ലെങ്കിൽ വീട്ടിനകത്ത് തന്നെ ഇരിക്കുകയാണെങ്കിലൊക്കെ ചിലർ വിചാരിക്കും എന്തിനാ ഞാൻ ഇപ്പോൾ വെയിലത്ത് ഇറങ്ങുന്നില്ല, UV ലൈറ്റ് അടിക്കുന്നില്ല, ഇനിയിപ്പോൾ സൺസ്ക്രീൻ ഇടേണ്ട ആവശ്യമില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ആ ഒരു പ്രൊട്ടക്ഷൻ എടുക്കാതിരിക്കുന്നത് അത് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഡാമേജ് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുള്ള ഒരു കാര്യമാണ്. സോ സൺസ്ക്രീൻ നമ്മൾ ഡെയിലി നമ്മുടെ സ്കിൻ കെയർ റൂട്ടീനിൽ ഉപയോഗിക്കേണ്ട കാര്യമാണ്. അതുപോലെ അടുത്തൊരു പ്രശ്നം എന്താണെന്നറിയാമോ, ഇപ്പോൾ നമ്മളിപ്പോൾ നൈറ്റ് ടൈമോ എന്തെങ്കിലുമൊക്കെ പാർട്ടിക്കായിട്ടൊക്കെ വെളിയിൽ പോകും. വെളിയിൽ പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് ഭയങ്കര ക്ഷീണിച്ചിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പം ക്ഷീണിച്ച് വരുന്നതിൻ്റെ പേരിൽ നമ്മൾ നേരെ പോയി കട്ടിലോട്ട് കിടക്കും. പക്ഷെ നമ്മൾ ഇട്ട മേക്കപ്പിനെ പറ്റിയിട്ടോ അത് എത്രമാത്രം നമ്മുടെ ഫേസിൽ ഇരിക്കുന്നുണ്ടെന്നോ അതങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവുമെന്നോ ആ ഒരു ക്ഷീണത്തിൽ നമ്മൾ ആലോചിക്കത്തില്ല. പക്ഷേ ചെയ്യേണ്ട കാര്യം, എത്ര ക്ഷീണിച്ചാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾ ഇട്ട മേക്കപ്പ് റിമൂവ് ചെയ്തിട്ട് മാത്രമേ കിടന്നുറങ്ങാവുള്ളൂ. ഇല്ലെങ്കിൽ അതുകൊണ്ടിട്ട് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. സ്കിന്ന് ബ്രേക്ക് ഔട്ട് ആവും, ആക്നി ഉണ്ടാവും, ഇറിറ്റേഷൻ ഉണ്ടാവും, അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടാവും. സോ ഇടുന്ന മേക്കപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം, പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. പിന്നെ പലരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്കിൻ കെയർ പ്രോഡക്റ്റ് ഇങ്ങനെ ബിൽഡപ്പ് ചെയ്തിട്ടുകൊണ്ടിരിക്കും. ഒന്നിട്ടെ മണ്ടേ തന്നെ അങ്ങനെ സ്കിന്നിൽ ഒരു ഫ്രീ ടൈം കൊടുക്കാതെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഇടുമ്പോഴത്തേക്ക് ചിലർ വിചാരിക്കുന്നത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും, നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഗ്ലോയിങ് ആവും, സ്കിൻ അടിപൊളി സെറ്റ് ആവും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഇതുപോലെ ഒരുപാട് പ്രോഡക്ട്സ് വന്നിട്ട് ഒന്നിൻ്റെ മണ്ടയിൽ ഇങ്ങനെ ലെയർ ചെയ്തിടുന്നത്. ആക്ച്വലി അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. വളരെ സിമ്പിൾ ആയിട്ട് മിനിമൽ ആയിട്ടുള്ള രീതിയിൽ മാത്രമേ നമ്മുടെ സ്കിൻ കെയർ നമ്മൾ ഫോളോ ചെയ്യാവുള്ളൂ. ഇതുപോലെ എക്സസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ തന്നെ, ആക്നി, ബ്രേക്ക് ഔട്ട്സ് പോലുള്ള നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാവുന്നത്. അതുപോലെ വരുന്ന വേറെ ഒരു സ്കിൻ കെയർ മിസ്റ്റേക്ക് ആണ്, പ്രത്യേകിച്ചും എടുത്തു പറയുന്ന ഓയിലി സ്കിന്നുകാർ. അവർക്ക് ഈ മോയ്സ്ചറൈസർ ഇടുന്നത് തീരെ ഇഷ്ടമല്ല. ഡ്രൈ സ്കിന്നുകാർ പിന്നെ ഇടും, കാര്യം ഡ്രൈ ആയിട്ട് ഇരിക്കുവാണല്ലോ എന്നൊക്കെ ഒരു തോട്ടിലിടും. ഓയിലി സ്കിന്നുകാരുടെ മെയിൻ ആയിട്ടൊരു പറയുന്നതാണ്, ഞാൻ എന്തിനാ മോയ്സ്ചറൈസർ ഇടുന്നത്, എൻ്റെ സ്കിന്നിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ എൻ്റെ സ്കിന്ന് നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇതൊരു തെറ്റായ ധാരണയാണ്. കാര്യം നമ്മൾ മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്കിന്നിന് ഹൈഡ്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് മോയ്സ്ചറൈസർ ഇടുന്നത്. അല്ലാതെ ഈ ഓയിലും ഹൈഡ്രേഷനും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. സോ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഹൈഡ്രേഷന് വേണ്ടി മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്താൽ മാത്രമേ ഈ പറയുന്ന ഓയിൽ പ്രൊഡക്ഷൻ ആണെങ്കിലും നമ്മുടെ സ്കിന്നാണെങ്കിലും നല്ല ബാലൻസ്ഡ് ആയിട്ട് വെക്കാനായിട്ട് പറ്റത്തുള്ളൂ. ശരിക്കും ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ പൊതുവേ ആരെങ്കിലും വന്നിട്ട് എൻ്റെ സ്കിന്നിന് ഇന്ന കംപ്ലൈൻറ്റ്സ് ഉണ്ട്, ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കുമല്ലോ, നിങ്ങൾ എന്തിനാണ് സ്കിൻ കെയർ ചെയ്യുന്നത്, എന്തൊക്കെ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നത് പറയുമ്പോൾ മെജോറിറ്റി ആൾക്കാർ സ്കിപ്പ് ചെയ്യുന്ന ഓയിലി സ്കിന്നുകാർക്ക് മെയിൻലി സ്കിപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് മോയ്സ്ചറൈസർ. അപ്പൊ ഞാൻ ചോദിക്കും, എന്താ മോയ്സ്ചറൈസർ ഇടാത്ത ചോദിക്കുമ്പോൾ ഓൾറെഡി സ്കിന്നിൽ നല്ല ഓയിൽ, ഇനി ഞാൻ അതിന്റെ കൂടെ മോയ്സ്ചറൈസർ കൂടി ഇട്ടിട്ട് ഓയിൽ പ്രൊഡക്ഷൻ കൂട്ടണം അങ്ങനെ ചോദിക്കാൻ ഈ ഒരു തോട്ടം എന്ന് പറയുന്നത് ഭയങ്കര തെറ്റായ തോട്ടാണ്. തീരെ ഇതങ്ങനെ വിചാരിക്കരുത്. നമ്മൾ ഹൈഡ്രേഷന് വേണ്ടിയിട്ടാണ് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നത്. മോയ്സ്ചറൈസർ ഇടുന്നത് കൊണ്ട് നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആവാനും നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാനുമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അത് എന്താ പറയുക, എല്ലാ ആൾക്കാരും അതായത് സ്കിൻ കെയർ ചെയ്യുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ടീനേജേഴ്സിന്റെ ഒരു വലിയ പ്രശ്നമായിരിക്കും മുഖത്തുണ്ടാവുന്ന മുഖക്കുരു. ടീനേജേഴ്സിന്റെ മാത്രമല്ല, പിമ്പിൾസ് ആർക്കൊക്കെ ഉണ്ടാവുന്നു അവർക്കൊക്കെ ഇതൊരു വലിയ തലവേദന. ഇതിപ്പോ ഒരു കുരു വന്നു കഴിഞ്ഞാൽ നമുക്കിതൊരു പക്ഷപാതം ഉണ്ടാവില്ല. നമ്മുടെ കൈയാണെങ്കിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കത്തുമില്ല, നമ്മുടെ എപ്പോഴും കണ്ണാടിയുടെ മുന്നിലായിരിക്കും. പിന്നെ ആ മുഖത്ത് വന്ന കുരുവിനെ ജസ്റ്റ് ഞാൻ തൊട്ട് നോക്കുന്നു, ഇതിന്
എന്ന് തോന്നുന്നു. ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇത് എങ്ങനെയെങ്കിലും അങ്ങോട്ട് പൊട്ടിച്ച് കളയാനൊക്കെ ഉള്ള ഒരു ടെൻഡൻസി ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും പൊതുവെ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിച്ച് കഴിഞ്ഞാൽ കുരു ഒന്ന് പോയല്ലോ, അങ്ങനെയാണ് വിചാരിക്കുന്നത്. പക്ഷേ ഈ പൊട്ടിച്ചതിന്റെ ഭാഗമായിട്ട് ആ ഊണ്ട് അവിടെ നിന്നിട്ട് വേറെ കുരുവായിട്ട് വരാനും അല്ലെങ്കിൽ ആ ഊണ്ട് ഹീലാവാതിരിക്കാനും വേറെ ഇൻഫെക്ഷൻസ് ഉണ്ടാവാനും ഫേസിൽ വേറെയുള്ള ഭാഗത്ത് സ്പ്രെഡ് ചെയ്യാനൊക്കെ ഉള്ള സാധ്യതകൾ കൂടുതലാണ്. ഇപ്പോൾ ഒരുപാട് സ്പോട്ട് ട്രീറ്റ്മെന്റ്സുകളൊക്കെ അവൈലബിൾ ആണ്. ഇങ്ങനെ മുഖത്ത് പിമ്പിൾസ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, പിന്നെ അതുപോലെ എക്സസ് ആയിട്ടുള്ള പിമ്പിൾ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് എന്താണ് കാര്യം എന്നൊക്കെ മനസ്സിലാക്കുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം. അല്ലാതെ ഈ നിൽക്കുന്ന കുരുവിനെ ചുമ്മാ പൊട്ടിച്ച് കളയുന്നത് കൊണ്ടിട്ട് ആ ഒരു സംഭവം ഇങ്ങനെ വേഴ്സ് ആയിട്ട് ഫേസ് മൊത്തം ആവുക എന്നല്ലാതെ വേറെ ഉപയോഗമൊന്നും ഉള്ള കാര്യമല്ല. നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ എക്സ്ഫോളിയേഷൻ. ഒരുപാട് ഈ തരിതരിയായിട്ടുള്ള സ്ക്രബൊക്കെ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഫേസ് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ എല്ലാവർക്കും ഒരു ടെൻഡൻസിയാണ്. പൊതുവെ എല്ലാവരുടെ ഒരു ധാരണ വെച്ചാൽ ഫേസിൽ നമ്മൾ സ്ക്രബ്സ് ഒക്കെ യൂസ് ചെയ്ത് എക്സ്ഫോളിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് അങ്ങനെ വെള്ള പോലെ ആകുമെന്നാണ് തെറ്റായ ധാരണയാണ്. കാര്യം നമ്മൾ ഇപ്പോൾ മെയിൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ മുഖത്ത് നല്ല കുരുവൊക്കെ ഉള്ള ആൾക്കാർ ഇതുപോലെ പോയിട്ട് എക്സ്ഫോളിയേറ്റ് ഒക്കെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ആ കുരു എല്ലാം കൂടെ പൊട്ടി, അതുമാത്രമല്ല ആ ഒരു ഫേസിന്റെ എവിടെയാണോ പിമ്പിൾ കാര്യങ്ങളൊക്കെ ഉള്ളത് അത് ഡാമേജ് ആവുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല നോർമലി ഉള്ളവരാണെങ്കിലും പിമ്പിൾസ് ഒന്നും ഇല്ല, നോർമലി ആണെങ്കിലും നമ്മൾ ഒരു ദിവസം സ്ഥിരമായിട്ട് ഫേസ് ഇങ്ങനെ നല്ല ഹാർഷ് ആയിട്ടുള്ള സ്ക്രബ്സ് ഒക്കെ വെച്ചിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ബാരിയർ ബ്രേക്ക് ആവും. അതുപോലെ നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഇറിറ്റേഷൻ, അതുപോലെ ഇച്ചിങ്, അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളുണ്ടാകും. സോ റിപ്പീറ്റഡ്ലി ഇങ്ങനെ ഹാർഷ് ആയിട്ടുള്ള സ്ക്രബ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഫേസ് സ്ക്രബ് ചെയ്യാതിരിക്കുക, എക്സ്ഫോളിയേറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസം അങ്ങനെ വളരെ മൈൽഡ് ആയിട്ടുള്ള തരി ഭയങ്കര ഹൈ ആവാതെ ചെറിയ തരിയൊക്കെ ഉള്ളത് വെച്ചിട്ട് ചെയ്താൽ കുഴപ്പമില്ല. ഇന്ന് വെച്ചിട്ട് ഭയങ്കര ഹാർഷായിട്ടൊന്നും ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. നമ്മൾ എപ്പോഴും നമ്മുടെ ഫേസ് കോൺസെൻട്രേറ്റ് ചെയ്യാറുണ്ട്, പക്ഷെ വിട്ടുപോകുന്ന കുറച്ച് ഭാഗങ്ങൾ നമ്മുടെ ബോഡിയിൽ വേറെ ഉണ്ട്. കഴുത്ത് വിട്ടുപോകാറുണ്ട്, കൈ വിട്ടുപോകാറുണ്ട്, കാല് വിട്ടുപോകാറുണ്ട്. സ്കിന്ന് മാത്രമാണ്, ഐ മീൻ ഫേസിലെ സ്കിന്ന് മാത്രമാണ് എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് ആക്കി അല്ലെങ്കിൽ ബ്രൈറ്റൻ ആക്കിയൊക്കെ വെക്കണം എന്ന് ആഗ്രഹമുള്ളത്. ഈ കഴുത്തും കൈയൊന്നും നമ്മുടെ അല്ല എന്നൊരു ഭാവമാണ് പലർക്കും ഉള്ളത്. നമ്മുടെ ഫേസിന് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് നമ്മൾ നമ്മുടെ ബോഡിയിലെ ബാക്കി പാർട്സിന് കൊടുക്കാനും അതും നന്നായിട്ട് കെയർ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ളവരായിരിക്കും. ഒരുപാട് പേർക്ക് മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമുണ്ടാവും, ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല. എന്തായാലും ഇഷ്ടമുള്ളവരുടെ കേസ് പറയുകയാണ്, ഈ മേക്കപ്പ് ചെയ്തിട്ടൊക്കെ പോയാൽ മാത്രം പോരാ, ഈ ചെയ്യുന്ന ബ്രഷും അതിന് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സും ഒക്കെ ഉണ്ടല്ലോ, അത് പ്രോപ്പറായിട്ട് വാഷ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ ബാക്ടീരിയാസ് ഉണ്ടായി പിന്നെ നമ്മളത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ കൊണ്ടിട്ട് ഫേസിന് വേറെ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ലൈക്ക് പിമ്പിൾസ്, അതുപോലെ തന്നെ ബ്രേക്ക്ഔട്ട്സ്, അങ്ങനെ ഇച്ചിങ്, ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകാൻ സാധ്യതകൾ ഭയങ്കര കൂടുതലാണ്. സോ നമ്മൾ എടുക്കുന്ന നമ്മുടെ മേക്കപ്പ് ബ്രഷ് ആണെങ്കിലോ എന്ത് സാധനമാണെങ്കിലോ സ്പഞ്ചസ് ആണെങ്കിലോ ഒക്കെ കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കും. ഇനി ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെൻഡിനനുസരിച്ച് സാധനങ്ങൾ ഇങ്ങനെ സ്വിച്ചിട്ടാണെങ്കിൽ മാറ്റി കളിക്കും. അതായത് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഒരു പുതിയ സാധനം ലോഞ്ച് ആയി കഴിഞ്ഞാൽ അത് ഉടനെ സോഷ്യൽ മീഡിയയിൽ വരും. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിന്റെ ഹൈപ്പും അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഏതാണോ യൂസ് ചെയ്തുകൊണ്ട് വന്നത് അതപ്പോഴേ അങ്ങോട്ട് കളയുകയാണ്. എന്നിട്ട് നേരെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ട്രെൻഡിന്റെ പിന്നാലെ അങ്ങോട്ട് പോകും. അങ്ങനെ പോയിട്ട് അത് യൂസ് ചെയ്യും. അപ്പൊ അതിന്ന് റിസൾട്ട് കിട്ടുന്നില്ല, ഇതിന്ന് റിസൾട്ട് കിട്ടുന്നില്ല, അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥ ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് 2 വെള്ളത്തിൽ കാല് വെക്കുക എന്നൊക്കെ പറയില്ലേ, ഇപ്പൊ 2 3 വെള്ളത്തിലൊക്കെ ആയിരിക്കും ഇപ്പോഴത്തെ ട്രെൻഡ് കാരണം എല്ലാവരും കാല് വെക്കുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഏത് പ്രൊഡക്റ്റ് ആണോ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവും, ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്, ഇതിൽ ഏത് പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നത് അത് നോക്കി കറക്റ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് റിസൾട്ട് ആണോ വിചാരിക്കുന്നത് അത് കിട്ടും. മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്കിൻ കെയർ ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. ഇന്നിപ്പോൾ ഇന്നൊരാൾ നമുക്ക് ഫേസ് ബ്രൈറ്റൻ ആണ്, ഇന്ന ക്രീം നല്ലതാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഇന്ന് ഞാൻ ഇത് യൂസ് ചെയ്തു, ഒരു 5 ദിവസം യൂസ് ചെയ്തു, ഞാൻ പ്രത്യേകിച്ച് മാറ്റമൊന്നും കണ്ടില്ല, എന്നാൽ പിന്നെ വേറൊരാൾ മറ്റൊരു ക്രീം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഞാൻ അത് യൂസ് ചെയ്യാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മാറ്റി കളിക്കുന്നവരുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ റിസൾട്ട് വരുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ സ്കിൻ കെയർ എക്സസ് ആയിട്ട് സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് ആയിരിക്കില്ല, നേരെ ഞാൻ ആദ്യം പറഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റ് റിസൾട്ട് ആയിരിക്കും കിട്ടുക. അതായത് എന്താ പറയുക, ഇപ്പം നമ്മൾ തേൻ നല്ല ഗുണമുള്ള സാധനമാണല്ലോ, പക്ഷെ അതും അധികമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ദോഷം നമ്മുടെ ബോഡിക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ എന്ത് സാധനമാണെങ്കിലും അധികമായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്താലും അതിനൊരു നെഗറ്റിവിറ്റി ഉണ്ടാവും. ഐ മീൻ ഒരു
എന്താ പറയുക, നെഗറ്റീവ് വശവും ഉണ്ടാവും. സോ നമ്മൾ ചൂസ് ചെയ്യുന്ന സാധനം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം അത് എത്രത്തോളം അതിൽ റിസൾട്ട് കിട്ടും അല്ലെങ്കിൽ എത്രത്തോളം നല്ലതാണെന്നുള്ളത് നമ്മൾ തന്നെ മനസ്സിലാക്കി. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ പ്രോഡക്റ്റിൽ എന്തൊക്കെ സാധനങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്, ഓക്കെ, ഇത് എൻ്റെ സ്കിന്നിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ, എൻ്റെ സ്കിൻ എങ്ങനത്തതാണ്, ഇതൊക്കെ സ്വയം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ സ്കിൻ കെയർ താല്പര്യമുള്ളവരോടാണ് പറയുന്നത്. കുറേ പേർക്ക് ഒരു ചിന്ത ഉണ്ടാവും, ഈ സ്കിന്നൊക്കെ കെയർ ചെയ്ത് വെറുതെ പൈസ വേണ്ട, വലിയ കാര്യമുണ്ടോ, ആ പൈസ ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തൂടെ എന്നൊക്കെ വിചാരിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. കാര്യം അങ്ങനെയുള്ളവർ അങ്ങനെ തന്നെ ഇങ്ങനെ വിചാരിച്ച് പോകണേന്ന് നല്ലത്. ഇതൊക്കെ ഓരോരുത്തരുടെ സ്വന്തം ഇഷ്ടം ഉള്ള കാര്യമാണ്. എനിക്ക് സ്കിൻ കെയർ ചെയ്യണോ അല്ലെങ്കിൽ വേണ്ടേ ഒക്കെ ഉള്ളത് സ്വന്തം ഇഷ്ടമാണ്. അപ്പോൾ സ്വന്തമായിട്ട് ഇഷ്ടമുള്ളവർ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ പറയുന്ന മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.